ചില പോസ്റ്റുകളിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യാൻ, നമുക്കറിയാത്ത ഭാഷകളിലുള്ള ബോർഡ് വായിക്കാൻ, ഒരു ഫോട്ടോയിലെയോ പത്രത്തിലെയോ കുറേ അക്ഷരങ്ങൾ ഒരുമിച്ച് കോപ്പി ചെയ്യാൻ, എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്ന് അറിയുവാൻ, അതിൻ്റെ റേറ്റ് അറിയുവാൻ തുടങ്ങി ഒട്ടുമിക്ക കാര്യങ്ങൾക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു സംവിധാനം നമ്മളുടെയൊക്കെ ആൻഡ്രോയിഡ് ഫോണിലുണ്ട്. ഗൂഗിൾ ലെൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അറിയാത്തവർ കാണുക. ചില പോസ്റ്റുകൾ കണ്ടിട്ടില്ലേ, അതിൽ അപ്ലൈ ചെയ്യാൻ കൂടെയുള്ള QR കോഡ് സ്കാൻ ചെയ്യൂ എന്നുള്ളത്. പലർക്കും അതെങ്ങനെയാണ് സ്കാൻ ചെയ്യുക എന്നുള്ളത് അറിയില്ല. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ തന്നെയുള്ളൊരു സൗകര്യമാണ് ഗൂഗിൾ ലെൻസ്. ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ചിലത് ഈ വീഡിയോയിൽ കാണിക്കാം. ഈ ഗൂഗിൾ ലെൻസ് എവിടെയാണ് ഉള്ളതെന്നറിയോ? നമ്മുടെ ഫോണുകളിലെ ആപ്പുകളിൽ G എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പറഞ്ഞിട്ടൊരു ആപ്പ് കാണും. ഗൂഗിൾ ക്രോം അല്ല കേട്ടോ, ഗൂഗിൾ. കാണിച്ചു തരാം. ആ G എന്നുള്ള ഗൂഗിൾ എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കണ്ടോ, ഇങ്ങനെ ആ സെർച്ച് ബാറിൽ ഒരു മൈക്കും ഒരു ക്യാമറയുടെ സിമ്പലും കാണും. ആ ക്യാമറയാണ് ഗൂഗിൾ ലെൻസ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴിങ്ങനെ വരില്ലേ, അതിൽ താഴത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിലെത്തും. ഗാലറിയിലുള്ള ഏതെങ്കിലും ഫോട്ടോയിൽ QR കോഡ് ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. അതിൽ കണ്ടോ ഒരു QR കോഡ് ഉണ്ട്. അതിൽ നേർക്ക് കണ്ടോ docs.google എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ QR കോഡിൽ കൊടുത്തിട്ടുള്ള സൈറ്റിൽ നമുക്ക് എത്താൻ പറ്റും. ഇങ്ങനെ ഏത് QR കോഡും സ്കാൻ ചെയ്യാൻ പറ്റും. പിന്നെ ചില ഇൻസ്റ്റാഗ്രാമൊക്കെ കാണുമ്പോൾ അവരുടെ ലിങ്ക് താഴെ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ ആ ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഗൂഗിൾ ലെൻസ് എടുത്തിട്ട് ഗാലറിയിൽ നിന്ന് ആ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അതിൽ നമുക്ക് വേണ്ട ഭാഗം സെലക്ട് ടെസ്റ്റ് എന്നതിലൂടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രൊഫൈലിലുള്ള ലിങ്കാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻ വരും. അതിൽ വെബ്സൈറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ എത്താൻ പറ്റും. എൻ്റെ വെബ്സൈറ്റ് ഇതാ ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഈ ഗൂഗിൾ ലെൻസിലെ ഓപ്പൺ ക്യാമറ എന്ന് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ ഒരു പൂവാണ് കാണിക്കുന്നത്. എന്നിട്ട് താഴത്ത് സെർച്ച് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പൂവിനെ പറ്റിയുള്ള സകല വിവരങ്ങളും അറിയാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് ഡ്രസ്സ്, കൂളിംഗ് ഗ്ലാസ്, ഹാറ്റ്, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ പറ്റും. ഏതൊക്കെ സൈറ്റിൽ അത് കിട്ടുക എന്നുള്ളത് അറിയാൻ പറ്റും. ഇനി ഞാൻ എന്താ ക്യാമറ ഓപ്പൺ ചെയ്യാണ്. നമ്മളൊരു ബോർഡ് കണ്ടു, വേറൊരു ഭാഷയിലുള്ളത്. ഞാനിപ്പോൾ ഇവിടെ മലയാളം കാണിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡിൽ കണ്ടോ ആ ട്രാൻസ്ലേറ്ററിൻ്റെ ഒരു സിമ്പൽ, അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ അത് വായിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ മലയാളമാണ്, ഞാനതിനെ ഇംഗ്ലീഷ് എന്നുള്ളതാക്കുമ്പോൾ കണ്ടോ അത് ഇംഗ്ലീഷിൽ കാണാൻ പറ്റും. അല്ല, ഇനി അറബിക്കാക്കുകയാണ്, അപ്പോൾ അത് അറബിക്കിൽ വായിക്കാൻ പറ്റും. മാത്രമല്ല, നമുക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റിൽ കുറേ എഴുത്തുകളുണ്ട്, അത് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പത്രത്തിലുള്ളൊരു ന്യൂസ് ഫോട്ടോ എടുക്കുകയാണ്. എന്നിട്ട് സെലക്ട് ടെസ്റ്റ് എന്നുള്ളതിൽ പോയിട്ട് വേണ്ട ഭാഗം കോപ്പി ചെയ്യാം. ആ കോപ്പി ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിലോ അങ്ങനെ എന്തിലേക്കും അയക്കാനും പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുതിയ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് കൊടുക്കണേ. ഓക്കെ.